കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് വ്യാപാരത്തിനാണ് വിദേശികൾ കേരളത്തിൽ എത്തിയതെന്നാണ് ചരിത്രം പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് വ്യാപാരം ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ഇതിന്റെ ഏറിയ പങ്കും കേരളത്തിൽ നിന്നുമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഏതാണ്ട് ഇരട്ടി ഉത്പാദനം വിയറ്റ്നാമിലുണ്ട്. മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും ബ്രസീലിലും കൃഷി വ്യാപകമായി കഴിഞ്ഞു. എന്നാൽ പോലും സഹ്യന്റെ മടിത്തട്ടിലുള്ള കറുത്ത പൊന്നിന്റെ പത്തരമാറ്റുള്ള ഒരു പ്രത്യേക ഇനം കുരുമുളക് തേടിയാണ് പരദേശികൾ ഇന്നും ഈ നാട്ടിലെത്തുന്നത്. ശാസ്ത്ര ലോകത്തിന് തന്നെ അത്ഭുത പ്രതിഭാസമായ മുന്തിരിക്കുലകൾ പോലെ കുരുമുളക് തിരികളുള്ള പ്രത്യേക ഇനം പെപ്പർ തെക്കൻ കുരുമുളകിനെയാണ് കൃഷിദർശൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ബ്ലോക്കിൽപ്പെട്ട കാഞ്ചിയാർ എന്ന കൊച്ചു ഗ്രാമം. പശ്ചിമഘട്ടനിരകൾ കൈകോർത്ത് സംരക്ഷണ വലയം തീർത്ത ഈ പ്രദേശം സഞ്ചാരികളുടെ പ്രിയ നാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1100 മീറ്റർ ഉയരമുള്ള ഈ പ്രദേശത്തെ പ്രശസ്തമായ അഞ്ചുരുളി വെള്ളച്ചാട്ടം കാണാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നും നിത്യവും സഞ്ചാരികളെത്തുന്നു. ഇരട്ടയാറിൽ നിന്നുമുള്ള വെള്ളം മലയിൽ കൂടി ഉദ്ദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യനിർമ്മിതമായ തുരങ്കം വഴിയാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനവും പുൽമേടുകളും പാറപ്പുറങ്ങളും ഒരുമിച്ച് ആസ്വദിക്കാവുന്ന അഞ്ചുരുളിയിൽ നിന്നുള്ള കാഴ്ച ഏവരുടെയും മനം കവരുന്ന ഒന്നാണ്. ഇവിടെ നിന്നും ഉദ്ദേശം 2 കിലോമീറ്റർ മാറിയാണ് പെപ്പർ തെക്കൻ കുരുമുളക് കൃഷിയിൽ അതുല്യ നേട്ടം കൊയ്ത തെക്കേൽ തോമസിന്റെ കുരുമുളക് തോട്ടം. ഉത്സുകകളായ സഞ്ചാരികൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഈ തോട്ടം സന്ദർശിച്ചേ മടങ്ങാറുള്ളൂ. സാധാരണ കുരുമുളക് വള്ളിയിലെ പാർശ്വശാഖകളിൽ ഇലമൊട്ടിൽ നിന്നും ഒറ്റത്തണ്ടായി കുരുമുളക് തിരികൾ നീണ്ട് താഴേക്ക് വീണു കിടക്കും. തിരികളുടെ വലിപ്പത്തിലും മണികളുടെ വലിപ്പത്തിലും എണ്ണത്തിലും വിന്യാസത്തിലും ഇനങ്ങൾ തമ്മിൽ മാറ്റങ്ങൾ കാണാറുണ്ട്. പൊതുവെ ഒറ്റത്തണ്ടിൽ തിരികൾ അടുക്കിയ രീതിയിലാണ് കണ്ടുവരുന്നതെങ്കിലും നടേശൻ, ഐമ്പിരിയൻ എന്നീ ഇനങ്ങളിൽ അപൂർവമായി ശാഖകൾ കാണാറുള്ളതായി ശാസ്ത്രം അംഗീകരിക്കുന്നു. എന്നാൽ പെപ്പർ തെക്കൻ എന്ന കുരുമുളക് ഇനത്തിൽ ഇലമൊട്ടിൽ നിന്നും തിരികൾ പുറത്തു വരുമ്പോൾ സാധാരണ തിരികൾ പോലെ ഒറ്റത്തണ്ടായി കാണുമെങ്കിലും പിന്നീട് അവ പല ശാഖകളായി പിരിയുന്നു. ഒരേ കാലിൽ തന്നെ കാണുന്ന തിരികളുടെ ശാഖാവിന്യാസത്തിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഒട്ടുമിക്ക തിരികളും കുലകളായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒറ്റ തിരികളും കാണുന്നുണ്ട്. സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന ഇടങ്ങളിൽ ശാഖകളും കുരുമുളക് മണികളും ഏറിയിരിക്കും എന്നാണ് അനുഭവം. എന്തുതന്നെ ആയാലും മുന്തിരിക്കുലകൾ എന്ന് തോന്നിപ്പിക്കുമാറ് വിളഞ്ഞു പാകമാകുന്ന ഈ കുരുമുളക് കുലകൾ നമ്മെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും. ഇത്രയും പ്രത്യേകതകളുള്ള ഈ കുരുമുളകിനെ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന കർഷക പ്രതിഭയാണ് നാട്ടുകാർ ഉമ്മച്ചൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന കാഞ്ചിയാർ തെക്കേൽ തോമസ്. കാനനയാത്രയിൽ ഹരം കൊണ്ട ഈ കർഷകൻ തികച്ചും ആകസ്മികമായാണ് പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യ തൊട്ടിലായ അഞ്ചുരുളി വനപ്രദേശത്തു നിന്നും ഈ കുരുമുളകിനെ കണ്ടെത്തിയത്. ഗവേഷണ പാഠവുമുള്ള ഈ കർഷകൻ ഇത് ശേഖരിച്ച് സ്വന്തം കൃഷിയിടത്തിൽ പരിചരിച്ച് ഒരു പുത്തൻ ഇനമായി കർഷക സമൂഹത്തിന് ദാനം ചെയ്തിരിക്കുന്നു. ചെടികളിൽ പ്രകൃതിയായുള്ള ജനിതക മാറ്റങ്ങൾ ജൈവ വൈവിധ്യത്തിന് പ്രേരകമാകാറുണ്ട്. ഇങ്ങനെ കണ്ടെത്തിയ മാറ്റം സ്വാംശീകരിച്ച് കുരുമുളക് കൃഷിയിൽ വൻ നേട്ടം കൊയ്ത ശ്രീ തോമസിന്റെ സംഭാവനയെ നമുക്ക് നിസ്സാരമായി കാണാനാവില്ല. ഈ ഇനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം വാചാലനാകും. പെപ്പർ തെക്കൻ കൂടാതെ ഒരുപാട് ഇനങ്ങൾ ഇവിടെ തോട്ടത്തിൽ കണ്ടല്ലോ.
ഏതൊക്കെയാണത്? പ്രധാനമായിട്ടും പുരയിടത്തിലുള്ളത് പെപ്പർ തെക്കൻ എന്ന കുരുമുളകാണ്. അതുകൂടാതെ കരിമുണ്ട, നീലമുണ്ടി, സിയോൺ മുണ്ടി, പന്നിയൂർ, ഇങ്ങനെ പല വെറൈറ്റിപ്പെട്ട കുരുമുളക് നമ്മുടെ പുരയിടത്തിലുണ്ട്. ഇതാണ് ഈ കരിമുണ്ട ഇനമെന്ന് പറയുന്ന വെറൈറ്റി. ഇത് സിയോൺ മുണ്ടി എന്ന് പറയും. സിയോൺ മുണ്ടി. ഇത് അരയമുണ്ടി എന്ന് പറയും. ഇത് കുമ്പുക്കൽക്കൊടി എന്ന് പറയും. കുമ്പുക്കൽക്കൊടി. ഇത് നീലമുണ്ടിൽ ഇതൊരു പുതിയ വെറൈറ്റി ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ വെറൈറ്റി പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല, നല്ല ഇതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് പെപ്പർ തെക്കൻ. അതാണ് ഈ കുരുമുളക്. ഈ ബാക്കിയുള്ള വെറൈറ്റീസിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. ഈ കരിമുണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റ് വെറൈറ്റികളെല്ലാം ഒരു തിരിയൽ ഒരു 60-80 മണികൾ വരെയും ഇതെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞ കുരുമുളക് ഇനത്തിന് അതായത് 800 തൊട്ട് 1000 വരെ മണികളാണ് ഇതിന് ലഭിക്കുന്നത്. കാർഷിക രംഗത്തെ മികവിന് ശ്രീ തോമസിന് രാഷ്ട്രപതിയിൽ നിന്നും പ്രശസ്തി പത്രവും 30,000 രൂപ സമ്മാനവുമായി ലഭിച്ചിട്ടുണ്ട്. തീരുന്നില്ല ബഹുമതികൾ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ശ്രീ തോമസിന്റെ തോട്ടത്തിലേക്ക് കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും പ്രവാഹമായി. അവർക്ക് ഇവിടുത്തെ കൃഷിരീതികൾ വിശദമായി മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ഉതകുന്ന തരത്തിൽ തോട്ടവും പരിസരവും നവീകരിച്ചു. നടീൽവസ്തുക്കൾ തയ്യാറാക്കി വിതരണം ചെയ്യാൻ ഒരു സർക്കാർ അംഗീകൃത നഴ്സറിയും അദ്ദേഹം ആരംഭിച്ചു. കേരള കർഷകന്റെ മടിശീലം നിറയ്ക്കാൻ സുഗന്ധ വ്യഞ്ജന കൃഷി ഏറ്റവും നല്ല ഉപാധി തന്നെയാണ്. ഇതിൽ സ്വർണത്തോട് ഉപമിക്കുന്ന ഒന്നാണ് കുരുമുളക്. ശരാശരി 500 രൂപയിൽ കൂടുതൽ 1 കിലോ ഉണക്കമുളകിന് ലഭിക്കുമെന്നതിനാൽ കൃഷി ലാഭം തന്നെ. എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. സമീപ സംസ്ഥാനമായ കർണാടകയിലാകട്ടെ 60% ഉത്പാദന വർധനവും. കർണാടകയിൽ ചിക്കമംഗളൂർ, കുടക്, ഹസൻ എന്നീ ജില്ലകളിലാണ് കൃഷി നടന്നുവരുന്നത്. പരമ്പരാഗത കൃഷിയിടമല്ലാത്ത ഒറീസ ആന്ധ്ര അതിർത്തിയിൽ ഒരു കുരുമുളക് വിപ്ലവം അരങ്ങേറുന്നതായി സ്പൈസസ് ബോർഡ് രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ കുരുമുളകിൽ സംഭവിച്ചിരിക്കുന്ന ഉത്പാദന ശോഷണം കണക്കിലെടുത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഗവേഷണങ്ങളും വിവിധ വിളകളുടെ രോഗപ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയും ഗുണമേന്മയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന അന്വേഷണത്തിലാണ്. ഈ സാഹചര്യത്തിൽ പെപ്പർ തെക്കന്റെ പ്രസക്തി എടുത്തു പറയേണ്ടതാണ്. ഏതാണ്ട് 3 ഏക്കറോളം വരുന്ന ഈ തോട്ടത്തിൽ പ്രധാന വിള കുരുമുളക് തന്നെ. 75 വയസ്സ് പിന്നിട്ട ഈ കർഷകന് കുരുമുളക് കൃഷി ഉപജീവന മാർഗം തന്നെയാണ്. ഉയർന്ന ഉത്പാദനവും സ്ഥായിയായ വിലയും അദ്ദേഹത്തെ എന്നും അനുഗ്രഹിച്ചിട്ടുമുണ്ട്. പെപ്പർ തെക്കനിൽ വിരിയുന്ന എല്ലാ പൂക്കളും കായ്കളാകാറില്ല. പെപ്പർ തെക്കന്റെ ഈ ജനിതക ഘടന കാർഷിക സർവകലാശാല പഠനവിധേയമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 10 അടിയുള്ള കാലിൽ നിന്നും 5 മുതൽ 8 കിലോഗ്രാം വരെ ഉണക്കമുളക് ലഭിക്കും. മണികളുടെ എണ്ണം കൂടുതലായതിനാൽ അധിക വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വേരുപിടിപ്പിച്ച തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പെപ്പർ തെക്കൻ കൂടാതെ പന്നിയൂർ, കരിമുണ്ട, വെള്ളമുണ്ടി, നീലമുണ്ടി, സയോൺ മുണ്ടി, കുംഭകനാൽ തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ ഈ തോട്ടത്തിലുണ്ട്. ചിട്ടയായ നഴ്സറി പരിപാലന രീതിയും ഇദ്ദേഹം അവലംബിച്ചു പോരുന്നു. സാധാരണ വേരുപിടിപ്പിച്ച തൈകൾ കൂടാതെ നാഗപതിവയ്ക്കൽ രീതിയിലും ഇവിടെ നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നു. കൂടയിൽ തയ്യാറാക്കിയ തൈകൾ ഭൂതലത്തിന് സമാന്തരമായി വളരുവാൻ അനുവദിക്കുന്നു.
ഓരോ മുട്ടിനും താഴെ വേരുപിടിക്കാൻ പാകത്തിന് മിശ്രിതം നിറച്ച കൂടകൾ വള്ളി ഈർക്കിലി വച്ച് ചേർത്തുവയ്ക്കും. കൂടാതെ ആർദ്രത കൂട്ടുന്നതിനായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ഒരു അറ താൽക്കാലികമായി നിർമ്മിക്കുന്നു. ഇങ്ങനെ വേരുപിടിച്ച തൈകൾ പിന്നീട് മുറിച്ച് വളരുവാൻ അനുവദിക്കും. ഇതിൽ വേരുപിടുത്തം കൂടുതലായതിനാൽ കൃഷിയിടത്തിൽ നടുമ്പോൾ ഇവയ്ക്ക് കാര്യമായ കോട്ട തട്ടാറില്ല. മറ്റു വള്ളികളിൽ നിന്നും മുറിച്ച് വേരുപിടിപ്പിച്ച് തയ്യാറാക്കുന്ന നടീൽ വള്ളികളാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യം. ആവശ്യക്കാരേറെയും കർണാടകയിൽ നിന്നുള്ള കർഷകരാണ്. രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഈ ഇനം നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരിക്കേണ്ടത് കാർഷിക മേഖലയ്ക്ക് ഇന്ന് അനിവാര്യമാണ്. മലമ്പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തോട്ടത്തിലെ കൃഷിമുറകളും അല്പം വേറിട്ടതാണ്. തോട്ടത്തിൽ കാര്യമായ കൊത്തും കിളയും വളപ്രയോഗവും ആവശ്യമില്ല എന്നാണ് ശ്രീ തോമസിന്റെ ഭാഷ്യം. കേരളത്തിന്റെ തനതു വിളയായ കുരുമുളകിന്റെ ജനിതക വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. കുരുമുളകിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്പാദനം വർദ്ധിപ്പിക്കാൻ പുത്തൻ കൃഷിരീതികൾ അനുവർത്തിച്ച് ഉത്പാദനത്തിൽ നമുക്കുണ്ടായിരുന്ന മേൽക്കോയ്മ തിരിച്ചുപിടിക്കാവുന്നതാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെൽകൃഷിയിൽ വിത്തുൽപാദന പദ്ധതി. വിവരസങ്കേതം ഒരു വിരൽ തുമ്പിൽ പ്രോജക്റ്റിലേക്ക് അപേക്ഷിക്കാം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ 2017-18 വിരിപ്പു സീസണിൽ വിത്ത് വികസന അതോറിറ്റി മുഖേന നെൽകൃഷിയിൽ വിത്തുൽപാദന പദ്ധതി തുടങ്ങുന്നു. വിവിധയിനം നെൽവിത്തുകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് നല്ല ഇനം വിത്തുകൾ ഉണ്ടാക്കി തരാൻ തയ്യാറുള്ള കർഷകർ, പാടശേഖര സമിതികൾ എന്നിവർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി കൃഷി അഡീഷണൽ ഡയറക്ടർ അറിയിച്ചു. കൃഷി ചെയ്യാൻ ആവശ്യമായ ഫൗണ്ടേഷൻ വിത്തുകൾ സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി കർഷകർക്കും പാടശേഖര സമിതികൾക്കും സൗജന്യമായി നൽകും. കടുത്ത വേനലിൽ ഇറച്ചിക്കോഴികളുടെ ഉൽപാദനക്ഷമത നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൂടിന് മുകളിൽ ഓല, വൈക്കോൽ എന്നിവ നിരത്തി വെള്ളം തളിക്കുന്നതും നനഞ്ഞ ചാക്ക് കൂടിന്റെ വശങ്ങളിൽ കൂടിന് അഭിമുഖമായി തൂക്കിയിടുന്നതും നല്ലതാണ്. ശുദ്ധമായ വെള്ളം മാത്രമേ കുടിക്കാൻ കൊടുക്കാവൂ. കൂട്ടിൽ എക്സാക്സ് ഫാനുകൾ ഘടിപ്പിക്കുന്നതും നല്ലതാണ്. വിറ്റാമിനുകൾ തീറ്റയിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതും
വെള്ളത്തിൽ ഐസിട്ട് നൽകുന്നതും ഉയർന്ന ചൂട് മൂലമുള്ള ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SFAC നടത്തിവരുന്ന പ്രോജക്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അപേക്ഷ ക്ഷണിച്ചു. വിവരസങ്കേതം ഒരു വിരൽത്തുമ്പിൽ പ്രോജക്റ്റിലെ കോൾ സെന്ററിൽ ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കാർഷിക സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള കാർഷിക ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0471-2742110. വെബ്സൈറ്റ് www.sfackerala.org അല്ലെങ്കിൽ www.krishi.info, അതുമല്ലെങ്കിൽ www.keralaagriculture.gov.in. തൃശൂർ പുല്ലഴി കോൾ സഹകരണ സംഘത്തിന്റെ വിപണന കേന്ദ്രത്തിൽ വെറ്ററിനറി സർവകലാശാലയുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് പദ്ധതിയിലൂടെ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. സേഫ് ടു ഈറ്റ് ഉൽപ്പന്നങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യം വളർത്തൽ എന്നിവ സമന്വയിപ്പിച്ച് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് പ്രാധാന്യം നൽകി വരുന്നു. കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഇനി മുതൽ പൂച്ചട്ടികളും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും ലഭ്യമാണ്. വിവിധയിനം പച്ചക്കറികൾ, ടിഷ്യൂ കൾച്ചർ, വാഴ, തെങ്ങിനങ്ങൾ, ഫലവൃക്ഷങ്ങൾ, അലങ്കാര ചെടികൾ തുടങ്ങിയവയുടെ തൈകളും സൂക്ഷ്മാണുവളങ്ങളും കീടരോഗ നിയന്ത്രണത്തിനുള്ള ജൈവോപാധികളും കിട്ടും. സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നങ്ങളും വിത്തുകളും നടീൽ വസ്തുക്കളുമുള്ള ഏകജാലക സംവിധാനം മണ്ണുത്തിയിലുണ്ട്. ഇതിനു പുറമെയാണ് ക്യാമ്പസിലും വിപണന കേന്ദ്രം തുറന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-2438620. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 13,100 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 13,300 രൂപ. കൊപ്ര കൊച്ചി 8,825 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂർ 9,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 58,600 രൂപ, ഗാബിൾഡ് 61,600 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലം 9,200 രൂപ, ഈറോഡ് 9,600 രൂപ. അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, RSS 4ാം ഗ്രേഡ് 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 13,100 രൂപ, കൊപ്ര 8,825 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് ഗാബിൾഡ് 58,600 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 58,600 രൂപ, ഗാബിൾഡ് 61,600 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 350 രൂപ വരെ. തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 570 രൂപ വരെ. ജാതിപത്രി മഞ്ഞ ചുവപ്പ് 500 രൂപ മുതൽ 650 രൂപ വരെ. ഗ്രാമ്പു 675 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, RSS 4ാം ഗ്രേഡ് 14,500 രൂപ. ഒട്ടുപാൽ 9,500 രൂപ, ലാറ്റക്സ് 9,200 രൂപ. കമ്പോള അവലോകനം. ഉത്സവകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് കർഷകർ കൂടുതൽ കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കി. കാർഷിക മേഖലകളിലെ വിൽപ്പന സമ്മർദ്ദം മൂലം അൺഗാബിൾഡ് കുരുമുളക് 51,600 രൂപയായി താഴ്ന്നു. വിഷു ഈസ്റ്റർ ഭാഗമായുള്ള ചരക്ക് വരവ് അന്തർ സംസ്ഥാന വ്യാപാരികൾക്ക് ആശ്വാസമായി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില പ്രമുഖ വിപണികളിൽ മാറ്റമില്ലാതെ തുടരുന്നു. വെളിച്ചെണ്ണ വിൽപ്പന വില ഉയർന്നെങ്കിലും കൊപ്ര വിപണി സജീവമല്ല. ഉത്സവ ദിനങ്ങൾ കഴിയുന്നതോടെ ഉൽപ്പന്ന വിലയിൽ ചാഞ്ചാട്ടത്തിനിടയുണ്ട്. റബ്ബർ അവധി വ്യാപാരത്തിലെ തളർച്ച ടയർ കമ്പനികളെയും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളെയും ഷീറ്റ് സംഭരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വ്യാവസായിക ഡിമാൻഡ് മങ്ങിയത് വിവിധയിനം ഷീറ്റ് വിലയെ തളർത്തി. കൊച്ചിയിലും കോട്ടയത്തും കാര്യമായ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2. കോഴിക്കോട് 36.1,
28.4, കൊച്ചി 33.8, 25.6, ആലപ്പുഴ 36.2, 27.6, പുനലൂർ 34.6, 25.2, തിരുവനന്തപുരം 34.2, 27.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.